കുന്നുകളിൽ അങ്ങനെ ഒരു പാക് ആണവ കേന്ദ്രമുണ്ടോ? ഇന്നലെ വ്യോമസേനയുടെ എയർ മാർഷലോട് AK ഭാരതിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ച ചോദ്യമാണ്, എനിക്കറിയില്ലല്ലോ, ഞങ്ങൾക്കറിയില്ലല്ലോ അങ്ങനെ ഒരു ആണവ കേന്ദ്രം ഉള്ളത്, നിങ്ങൾക്കറിയാമല്ലേ, അത് പറഞ്ഞു തന്നതിന് നന്ദി, അടുത്ത തവണ ഞങ്ങൾ അതിൽ ലക്ഷ്യം വയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നത് കാണാം. അപ്പോൾ ഞങ്ങളത് തീർത്തു, പക്ഷെ തൽക്കാലം അത് പുറത്തുവിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഞങ്ങൾ പറയാതെ തന്നെ പാകിസ്ഥാൻ മനസ്സിലാക്കണം. ഞങ്ങളുടെ നേർക്ക് തിരിച്ചു വച്ചിരിക്കുന്ന മിസൈലുകൾ നിങ്ങളുടെ നെഞ്ചത്ത് തന്നെ അടിക്കുമെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നില്ലേ? അതല്ലേ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. ശരിക്കും പറയാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ് നമ്മളിതിനെ കണ്ടത്. കാരണം മാധ്യമ പ്രവർത്തകർ ഇന്ത്യയിലെ കര, വ്യോമ, നാവികസേന തലവന്മാരോട് അവരുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കുകയാണ്. മറ്റൊരു രാജ്യത്ത് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു. ഈ സംശയം ഇത്രയേ ഉള്ളൂ, പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങളുടെ സംഭരണശാല എന്നറിയപ്പെടുന്ന കിർണ കുന്നുകളെ നമ്മൾ ആക്രമിച്ചോ? ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ടേക്ക് വിട്ടോ? അപ്പം വളരെ അത്ഭുതം എന്ന രീതിയിൽ ഈ പറയുന്ന വ്യോമസേനയുടെ തലവൻ ആ വാർത്താ സമ്മേളനം ചോദിക്കണേ, നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടെ ആണവ കേന്ദ്രങ്ങളുണ്ടെന്നോ? പാകിസ്ഥാൻ അവിടെ ആണവ ആയുധങ്ങൾ സംഭരിക്കുന്നെന്നോ? ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. വളരെ നന്ദിയുണ്ട് നിങ്ങളിത് പറഞ്ഞതിന്. ഇത് കേൾക്കുമ്പോൾ ചോദിച്ച ആൾക്കും ചിരി വരുന്നു, ഉത്തരം പറയുന്ന ഈ ഭാരതീയം ഒരു ചെറു പുഞ്ചിരിയോടെ പറയുന്നു, ഒരു തമാശ കേൾക്കുന്ന രീതിയിൽ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില ദൃശ്യങ്ങളിൽ കണ്ടു, ഈ കിർണ കുന്നുകൾക്ക് മുമ്പിൽ ഒരു ചെറിയ നിയന്ത്രിത സ്ഫോടനം നടക്കുന്നു. അത് വലിയ ബ്രഹ്മോസ് മിസൈലൊന്നും വന്ന് വീഴുന്നതല്ല, ചെറിയ മോട്ടോറുകളല്ലെ ചെറിയ ഷെല്ലുകളൊക്കെ വന്ന് വീണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നു, വലിയ പുകപടലങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ കിർണ കുന്നുകൾ എന്ന് പറയുന്നത് ഒന്നിലധികം കവാടങ്ങൾ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഒരു മലനിര എന്ന് പറയാം. അവിടെ തന്നെ ബങ്കറുകളും മറ്റും നിർമ്മിച്ചതിൻ്റെ ചില അടയാളങ്ങളുണ്ട്. സാറ്റലൈറ്റ് ഫോട്ടോയിലൂടെ അത് വ്യക്തമായിട്ടുണ്ട്. ഏതാണ്ട് 1980കളുടെ തുടക്കം മുതൽ തന്നെ പാകിസ്ഥാൻ തന്ത്രപ്രധാനമായി കാണുന്ന ഒരു സ്ഥലമാണ് ഈ കിർണ കുന്നുകൾ. ഇതിൻ്റെ അടുത്തുള്ള ഈ സർഗോദയ മുഷാഫ് വിമാനത്താവളമുണ്ട്. ഈ വിമാനത്താവളത്തിനടുത്തുള്ള കിർണ ഹിൽസിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയും തൊട്ടടുത്തുള്ള നൂർഖാൻ എയർപോർട്ടുണ്ട്. ഇവിടെയാണ് VVIPകൾ ഉൾപ്പെടെ പോകുന്നത്. അപ്പോൾ ഈ എയർപോർട്ടും ഈ കിർണ കുന്നുകളും ഒക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം, കാരണം ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സൈനിക തലവന്മാർ പറയുന്നു, ഞങ്ങൾ അത്തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. ഇനി ഓക്കെ, സൈനിക തലവന്മാർ പറഞ്ഞു, നമുക്ക് ചില സംശയങ്ങളുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്നലെയാണ് രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അവിടെ വെച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾ പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല, പാക് സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ 26 പേരെ കൊലപ്പെടുത്തിയത് ആരാണോ ആ ഭീകരവാദികൾക്ക് നേരെ, ആ ഭീകരവാദികൾ പരിശീലനം നേടുന്ന ക്യാമ്പുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തി. അവർ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ എയർബേസുകളെ തകർക്കുന്ന നടപടി ചെയ്തു. ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. ഒപ്പം രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല, ഭീകരവാദവും ട്രേഡും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ കൃത്യമായ മറുപടി. ഈ രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന് പറഞ്ഞാൽ സിന്ധു നദീജല കരാറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങില്ല, അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഞങ്ങൾ ചില ഫ്രീസ് ചെയ്യുന്ന നടപടി നടത്തി, അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പുറത്തേക്ക് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു, ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലുണ്ടായത്. കാരണം ഞാൻ അവരോട് പറഞ്ഞു, അമേരിക്ക അത്യാവശ്യമായി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ചില വ്യാപാരങ്ങൾ തുടങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എളുപ്പം വെടിനിർത്തിക്കോ, എങ്കിൽ മാത്രമേ നിങ്ങളുമായി കച്ചവടം നടത്തും. ഇത് കേട്ട് പേടിച്ച് ഇന്ത്യയും പാകിസ്ഥാനും എൻ്റെ പിറകിൽ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വെടിനിർത്താമെന്ന്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ എന്താ പറയുക, ഒരു അവകാശവാദമാണ്. ഇയാൾ ഈ പൊങ്ങച്ചം പറയുന്നത് പണ്ടേ ഉള്ളതായതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യ പറഞ്ഞു, ഒരു രാജ്യവും മൂന്നാമതുള്ള ഒരു രാജ്യത്തിന്റെ ഇടപെടൽ നമുക്കുണ്ടായിട്ടില്ല. അവിടുത്തെ DGMO പ്രധാനമന്ത്രി പറഞ്ഞു, അതെ, DGMO വിളിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, വെടിനിർത്താൻ പറ്റുമോ? ശരി, വെടിനിർത്താം. എന്തുകൊണ്ടാണെന്നറിയാം? ഇന്ത്യ അവർക്ക് നേരെ ആക്രമണം നടത്തിയത് 9, 3, 12 വ്യോമസേന എയർബേസുകൾക്ക് നേരെയാണ്. അപ്പോൾ എയർബേസുകളിലെ റൺവേ പൂർണ്ണമായിട്ട് നമ്മളങ്ങ് തകർക്കുന്നു. ഒപ്പം അവിടുത്തെ സിഗ്നലിംഗ് സംവിധാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ ഇതിനെ ഇല്ലാതാക്കുന്നു. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ വ്യോമസേനയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. ഇവിടുത്തെ എയർബേസിൽ നിന്ന് ഇനി ലാൻഡ് ചെയ്യാനോ ടേക്ക് ഓഫ് ചെയ്യാനോ കഴിയാത്ത രീതിയിൽ വിമാനങ്ങളെ നമ്മൾ പൂട്ടിയിട്ടു. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വീണ്ടും ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അങ്ങനെ അമേരിക്കയുടെ കാല് പിടിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. പക്ഷേ നമ്മൾ പറയുന്നു, ഇത് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ. ഇവിടെ സംശയിക്കുന്നത്, ലോകമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നത് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് അവരുടെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചു. അപ്പം ഈ കിർണ ഹിൽസ് എന്ന് പറയുന്ന മേഖലയിൽ ഈ കവചിതമായ
കൃത്യമായിട്ടാണ് ആണവ ആയുധങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആർമിയിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതരൊക്കെ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾ 130-ലധികം ആണവ ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, അത് ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പല ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ്, ഇത് ഇന്ത്യക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്, ഇതെടുത്തങ്ങനെ പ്രയോഗിച്ചാലുണ്ടോ പല തവണയായിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി. അപ്പം നമുക്ക് ഈ ആണവായുധങ്ങളെ ഒന്നും പേടിയില്ല എന്നും ഈ ആണവായുധങ്ങൾ വെച്ചിരിക്കുന്ന സംഭരണശാല ഞങ്ങൾക്ക് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നശിപ്പിക്കാൻ കഴിയുമെന്നും ഇന്ത്യ പ്രൂവ് ചെയ്തു. അതിനാണ് നിയന്ത്രിതമായ സ്ഫോടനം ആ മലകൾക്ക് സമീപം നടത്തിയത്. എന്നിട്ടും പറയുകയാണ് ഞങ്ങൾക്ക് അവിടെ ആണവായുധങ്ങളുള്ള കാര്യം അറിയില്ലായിരുന്നു, നിങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞു. കാരണം ഈ കിർന കുന്നിലെ ഭൂമിക്കടിയിലുള്ള സംഭരണ കേന്ദ്രത്തിൽ മിസൈലും കവചിത ഡ്രോണുകളും ഉൾപ്പെടെയുള്ള ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. ഒന്നുകിൽ അത് ഔദ്യോഗികമായി പാകിസ്ഥാൻ പറയണം, അല്ലേ, അല്ലെങ്കിൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് ഇന്ത്യ പറയണം. ഇത് രണ്ടു കൂട്ടരും പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിച്ചില്ല. അപ്പം വളരെ പുഞ്ചിരിയോടുകൂടി മാധ്യമപ്രവർത്തകരോട് മറുപടി പറയുമ്പോൾ ഈ മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെ, ഒരു അനുഭൂതി, ഒപ്പം അവർ ഇവരോട് യോജിച്ച് പറയുന്നു. ഇപ്പം ചൈന പോലെ ഉത്തര കൊറിയ പോലെ ഒരു രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ, എന്തിന് ഇസ്രായേൽ പോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇങ്ങനെ മീഡിയ പേഴ്സൺസിന് നേരിട്ട് എന്ന് ചോദിക്കാൻ പറ്റില്ല. ഇത് ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷനാണ് നിങ്ങൾ തന്നതെന്ന് പറയുന്നത്. ഞെട്ടിക്കുന്ന രീതിയിലല്ലേ അവരുടെ പെരുമാറ്റം. സീരിയസ്ലി, കാരണം വളരെ പ്രതിസന്ധി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ. കാരണം ഈ പാകിസ്ഥാൻ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഈ തെമ്മാടി രാജ്യമെന്ന് ഇന്ത്യ തന്നെ UN വിളിച്ച ഈ രാജ്യം നമുക്കെതിരെ വീണ്ടും ഷെല്ലാക്രമണം നടത്താം. പക്ഷെ നമ്മുടെ സൈന്യം സജ്ജമായി നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ എങ്കിൽ പോലും വളരെ ദുർഘടം പിടിച്ച വളരെ ആശങ്കയുള്ള പ്രതിസന്ധിയുള്ള സമയം തന്നെയാണ് ഇന്ത്യക്ക്. പക്ഷെ ആ സമയത്തും എന്ത് എന്താ ലാഘവത്തോടു കൂടി, എന്ത് കോൺഫിഡൻസോട് കൂടി, എന്ത് റിലാക്സ് ആയിട്ട് പറയുകയാണ്, അവിടെ ആണവ കേന്ദ്രം ഉണ്ടോ, ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറയുന്ന ആ ഒരു ചെറു പുഞ്ചിരിയാണ് സത്യത്തിൽ നമ്മുടെ സൈനികരെ ഓർക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു വലിയ അഭിമാനം എന്ന് പറയുന്നത്. മറ്റൊന്ന്, നരേന്ദ്രമോദി പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യം, ഇനി പാകിസ്ഥാനുമായി 2 കാര്യങ്ങളിലേ ഞങ്ങൾ ചർച്ച ചെയ്യൂ. അതൊന്ന്, ഭീകര പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിക്കണം, ഭീകരരെ ഇനി ഇങ്ങോട്ടേക്ക് അയച്ചുകൊണ്ട് ഒരു തരത്തിലും ഇന്ത്യയെ ശല്യപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല, അങ്ങനെ ചെയ്താൽ തിരിച്ചടി ഉറപ്പാണ്. 2, ഇനി സംസാരിക്കുന്നത് POK കുറിച്ച് മാത്രമായിരിക്കും. ഈ 2 കാര്യങ്ങളും കൃത്യമായി പ്രധാനമന്ത്രി പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ DGMO നമ്മുടെ കാല് പിടിച്ച് കരഞ്ഞു, എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണം. കാരണം പാകിസ്ഥാന് പറയാൻ കഴിയില്ല ഞങ്ങളുടെ ആണവ കേന്ദ്രം ഇന്ത്യ ആക്രമിച്ചു. കാരണം ഇന്ത്യയെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് 130 ആണവായുധങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ഇപ്പൊ പ്രയോഗിക്കും എന്നാണ്. അപ്പോൾ ലോകത്തോട് പാകിസ്ഥാൻ വിളിച്ചു പറയാൻ കഴിയുമോ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ വാ തുറക്കില്ല, അത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. മറ്റൊന്ന്, ഇന്ത്യ അത് പറഞ്ഞാൽ നാളെ ഇത് പൂർണ്ണമായും തകർക്കാൻ ഇന്ത്യക്ക് കഴിയും. അപ്പോൾ ഞങ്ങൾ അന്ന് ചെയ്തില്ല, അന്ന് ഞങ്ങളൊരു വാണിംഗ് കൊടുത്തു, അതിൽ അടങ്ങിയില്ല, അതുകൊണ്ട് ഇന്ന് ഞങ്ങളത് പൂർണ്ണമായിട്ട് തകർത്തു എന്ന് ഇന്ത്യക്ക് ധൈര്യമായി പറയുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ കളിക്കുന്നത് കൃത്യമായ വേയിലൂടെയാണ്, കൃത്യമായ നീക്കത്തിലൂടെയാണ്. ഇന്ത്യ പൊരുതുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളോടോ അവിടുത്തെ സിവിലിയൻസിനോടോ പട്ടാളക്കാരോടോ അവിടുത്തെ ഭരണകൂടത്തോടോ അല്ല, അവിടുത്തെ ഭീകരരോടാണ് ഇന്ത്യ പൊരുതുന്നത്. അത് മനസ്സിലാക്കാതെ കിടന്ന് കുരയ്ക്കുന്ന കുറെ നായ്ക്കളോട് നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇപ്പോ ഇന്ത്യക്ക് നല്ല കരുത്തുണ്ട്, അത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. 2014 ശേഷം ഇന്ത്യ എന്താണ്, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ കാല് പിടിക്കാൻ പാകിസ്ഥാൻ വന്നതും ഒരു പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറയാണ്, മൂന്നാമതൊരു ശക്തിയില്ല, മൂന്നാമതൊരാളില്ല, ഞങ്ങൾ തന്നെയാണ്. പാകിസ്ഥാൻ കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചത്, ഇല്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ തീർത്ത് ഭസ്മമാക്കിയേനെ എന്നൊരു പ്രധാനമന്ത്രി പറയുകയാണ്. അപ്പൊ പിന്നെ ആ പ്രധാനമന്ത്രി പറയുമ്പോൾ ട്രംപ് ഇത് കേൾക്കുകയല്ലേ മോദി പറയുന്നത്, ട്രംപിന് വേണമെങ്കിൽ തിരുത്താമല്ലോ, അല്ല ഞാൻ ഇതിൽ ഇടപെട്ടു എന്ന് വേണം. ഇതുവരെ ട്രംപിന്റെ അങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പോ അമേരിക്ക ഇടപെട്ടത് കൊണ്ടാണ് ഇന്ത്യ ഇത്തരം ഒരു നടപടിയിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞു കുരയ്ക്കുന്ന നായ്ക്കളോടൊന്നും പറയാനില്ല എന്നുള്ളതാണ്. ശരിക്കും ട്രംപ് പറയുന്നത് ഈ ആണവ സംഘർഷം ഒഴിവാക്കിയത് ഞാൻ ഇടപെട്ടതുകൊണ്ടാണ്, ഞാൻ ഇതിനകത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു, ഞങ്ങൾ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചിട്ടില്ല, അത് എവിടെയാണെന്ന് അറിയില്ല, അതിനെക്കുറിച്ച് ഒന്നും വേണ്ടിയില്ല. ഈ സൈനിക തലവന്മാർ ഇതേ നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഇനി നുഴഞ്ഞുകയറ്റം ഉണ്ടാകാൻ പാടില്ല, അതിർത്തിയിൽ വെടിവെപ്പ് ഉണ്ടാകാൻ പാടില്ല, ഏതെങ്കിലും
തരത്തിലൊരു പ്രകോപനം ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല. നിങ്ങൾ സിവിലിയൻസിനെ ആക്രമിക്കുന്നത് നിർത്തണം. ഇതിലേതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ അത് യുദ്ധപ്രഖ്യാപനമായി മാറുകയും നിങ്ങൾക്കെതിരെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഞങ്ങൾ വരികയും ചെയ്യും. കാരണം ഇപ്പോൾ ഞങ്ങൾ ചെയ്തത് പ്രതിരോധം മാത്രമാണ്. പഹൽഗാമിലുണ്ടായ സംഭവത്തിന് ഞങ്ങൾ ഒരു തിരിച്ചടി നൽകി, അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇന്ത്യക്ക് നേരെ 300-400 ഡ്രോണുകൾ പ്രയോഗിച്ചപ്പോൾ അതിനെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ നമ്മളൊരു തിരിച്ചടി കൊടുത്തു. അവരുടെ 9 പ്രധാനപ്പെട്ട എയർബേസുകളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ലഭിക്കുന്ന ഈ സൈറണുകളൊക്കെ നൽകുന്ന സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി, ഇലക്ട്രിക്കൽ സംവിധാനത്തെ തകർത്തു, റൺവേ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ 3 മുതൽ 5 വർഷക്കാലം വേണ്ടിവരും. അതിനുള്ളിൽ ഒരു വ്യോമാക്രമണം നടത്താനുള്ള ശക്തി അവർക്കില്ല. മാത്രമല്ല ചൈനയിൽ നിന്നും അതുപോലെ തുർക്കിയിൽ നിന്നും അവർക്ക് ലഭിച്ച ആയുധങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്ന് നമ്മൾ തെളിയിച്ചു. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, ഈ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചോ പാകിസ്ഥാൻ്റെ ആണവ ശക്തി തീർന്നു എന്നാണ് ലോക മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാൻ വളരെയധികം മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തിരുന്നു, ഈ ചൈനയുടെയും മറ്റ് തുർക്കിയുടെയും ഒക്കെ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മളെ അടിച്ചു എന്ന് പറയും. പക്ഷേ നമ്മൾ ഈ കിർണ കുന്നിന് സമീപം സ്ഫോടനം ഉണ്ടാക്കിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടതോടുകൂടി അവരോട് പറയുകയാണ്, നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. നൂർഖാൻ എയർപോർട്ടിലേക്ക് ഞങ്ങൾക്ക് ഒരു മിസൈൽ വിടാൻ ഞങ്ങളുടെ അതിർത്തിയിൽ നിന്ന് പറ്റും. ഇതൊരു വാണിംഗ് ആണ്. കാരണം ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകും. കാരണം ആണവ ആയുധങ്ങൾ അവിടെ സംഭരിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കൊരു റോക്കറ്റ് ആക്രമണമോ ഒരു ബ്രഹ്മോസ് മിസൈലിൻ്റെ ആക്രമണമോ നടന്നു കഴിഞ്ഞാൽ ആണവ വികിരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ലോകത്തിലുണ്ടാകും. ഇത് ചെറുതല്ലാത്ത പ്രത്യാഘാതം ഉണ്ടാകും. മാത്രമല്ല ഇന്ത്യ ഒരു ആണവ യുദ്ധത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള ഒരു ചീത്തപ്പേര് ഇനി ലോകമുള്ള കാലത്തോടത്തോളം പ്രചരിക്കും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പക്വതയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിനു മുമ്പ് നമ്മുടെ സൈനിക തലവന്മാർ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത്രയേ ഉള്ളൂ. ഇവിടെ ആണവ കേന്ദ്രങ്ങളുണ്ടോ ഇപ്പോഴും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സംശയം, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.